ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണല്ലോ എല്ലാവരും. അപ്പോൾ ഇന്ന് അതിന്റെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായിരിക്കുകയാണ്. നോമിനേഷൻ കൊടുക്കുന്ന പ്രക്രിയ ഇന്ന് 3 മണിയോടുകൂടി അത് അവസാനിച്ചു. ഇനി നാളെ സൂക്ഷ്മ പരിശോധനയുടെ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളേണ്ട പത്രികകൾ ഉണ്ടെങ്കിൽ അത് തള്ളുകയും 24-ന് പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. 24-ാം തീയതി 3 മണി വരെയാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി. 24-ാം തീയതിക്ക് ശേഷം എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന ഒരു ചിത്രം വ്യക്തമാകും. അതനുസരിച്ച് റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക മലയാളം അക്ഷരമാല ക്രമത്തിൽ പ്രസിദ്ധീകരിക്കും. അതോടെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. ചുരുക്കം പറഞ്ഞാൽ 24-ാം തീയതി 3 മണിക്ക് ശേഷം എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന ചിത്രം വ്യക്തമാകും. കാരണം ഇപ്പോഴത്തെ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുന്നണികളിലൊന്നും സീറ്റ് സമവായം ആവാത്ത വാർഡുകളിലും ഡിവിഷനുകളിലും ഒക്കെ പരസ്പരം അങ്ങോട്ടും എല്ലാ പാർട്ടികളും ചിലപ്പോൾ ഒരു വാർഡിൽ സമവായമായില്ലെങ്കിൽ അവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന 2 പാർട്ടികളും പത്രിക കൊടുത്തിരിക്കും. അപ്പോൾ അത്തരം പത്രികകളുടെ എണ്ണം ഇപ്പോൾ ബാഹുല്യമാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ പത്രികയുടെ കണക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇത് 24-ാം തീയതിക്ക് ശേഷം ഒരു വ്യക്തത വരും. കാരണം അപ്പോഴേക്കും അവരുടെ ഒക്കെ യോജിപ്പിലെത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ പിൻവലിക്കേണ്ടവർ പിൻവലിക്കുകയും അതിന് പുറമെ സൂക്ഷ്മ പരിശോധനയിൽ ഏതെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ ആ പത്രിക തള്ളുകയും ഇതൊക്കെ കഴിഞ്ഞ് 24-ാം തീയതി 3 മണിയോടുകൂടി എത്ര സ്ഥാനാർത്ഥികൾ ഒരു വാർഡിൽ ഉണ്ട് എന്ന ചിത്രം വ്യക്തമാകും. അതോടെ 24-ാം തീയതി 3 മണി വരെ നമ്മൾ കാത്തിരിക്കേണ്ടത്. അപ്പോഴാണ് അതിന്റെ ചിത്രം വ്യക്തമാകുകയുള്ളൂ. 24-ാം തീയതി 3 മണിക്ക് ശേഷം എത്ര സ്ഥാനാർത്ഥികൾ ഏതൊക്കെ വാർഡിൽ എന്ന ചിത്രം വ്യക്തമാകും തീർച്ചയായും. അതിനുശേഷമായിരിക്കും മത്സരത്തിന്റെ ശക്തി കൂടുക എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ പത്രിക പരസ്പരം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ പ്രവർത്തനം ചില വാർഡുകളിൽ മുന്നണികൾ തമ്മിൽ ധാരണയിൽ എത്തിയതിനു ശേഷമായിരിക്കും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ശക്തിയിലേക്ക് എത്തുക. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഒരു വാർഡിൽ തന്നെ ഒരു മുന്നണിയിലെ 2 പാർട്ടികളും പത്രിക കൊടുത്തിരിക്കാം, ചിലപ്പോൾ 3ാമത്തെ ടീമും കൊടുത്തിരിക്കാം. കാരണം അവർക്ക് 2 കൂട്ടർക്കും പറ്റില്ലെങ്കിൽ 3ാമത്തെ എനിക്ക് കിട്ടുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ആ പാർട്ടിയും കൊടുത്തിരിക്കാം. ഒരു വാർഡിൽ തന്നെ ഇപ്പോൾ 1-ൽ കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള മുന്നണികളും ഉണ്ടാകും, അനിശ്ചിതത്വം നിലനിൽക്കുന്നും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ 24-ാം തീയതിയോടുകൂടി ഇതിന്റെ ചിത്രം വ്യക്തമാകും. ഒരു വാർഡിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന ചിത്രം. ഇതാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നോമിനേഷൻ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതൊക്കെ അത് ഒരു വലിയ സംഖ്യയാണ്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ബാഹുല്യം അതാണ് മുൻപ് സൂചിപ്പിച്ചത്. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ കണക്ക് എടുത്തിട്ട് കാര്യമില്ല എന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു വലിയ സംഖ്യയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളുടെ കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം അത് 24-ാം തീയതിയുടെ പിൻവലിക്കലിന് ശേഷം അതിന്റെ ഫൈനൽ ലിസ്റ്റ് വരുമ്പോഴായിരിക്കും അത് പറയുന്നതിൽ കുറച്ച് ഉചിതമായിരിക്കുക എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരുപാട് കൂടുതൽ പേർ പത്രിക നൽകിയത് കൊണ്ട് തന്നെ വലിയൊരു സംഖ്യയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കണക്കിന് വലിയ പ്രശസ്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ 24-ാം തീയതി അത് പത്രിക പിൻവലിക്കേണ്ട സമയം അവസാനിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചിത്രം വ്യക്തമാകും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഇതിന് ഇടയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ധാരാളമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത് വ്യക്തികളോടുള്ള വിരോധവും പാർട്ടികളോടുള്ള വിരോധവും മുന്നണികളോടുള്ള വിരോധവും ഇതിന്റെ ഒക്കെ ബലത്തിൽ സ്വതന്ത്രമായി മത്സരിക്കുന്ന ഒരു വിഭാഗം വരെ ഒരു പ്രത്യേക മുന്നണി രൂപീകരിച്ച് ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ ലേബലിൽ മത്സരിക്കുന്നവരും അങ്ങനെ ഒരു പേരിട്ട് മത്സരിക്കുന്നവരും ഒക്കെ ഇപ്പോഴുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു ചിത്രം ഇനിയുള്ള ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വ്യക്തമായ ചർച്ചകളും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ട് നഷ്ടമാകുന്ന മേഖലകളെ ഒക്കെ പരിഗണിച്ച് ചർച്ചകളൊക്കെ നടത്തി ഇതിൽ നിന്ന് പിൻവാങ്ങേണ്ടവരും പിൻവാങ്ങാൻ സാധ്യതയുള്ളവരെ എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കുവാൻ സാധിക്കുമോ? കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിൽ പരിമിതമായ വോട്ടാണ്. 1, 2
10ഉം 20ഉം ഒക്കെയാണ് ഭൂരിപക്ഷം വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭൂരിപക്ഷമൊന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധാരണ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി അവരുടെ വീട്ടിലെ വോട്ട് പിടിച്ചാലും അതൊരു വലിയ സംഖ്യയാണ്. ഒരു സ്ഥാനാർത്ഥി അവരുടെ വീട്ടിലെ വോട്ട് ഒരു 10-15 വോട്ട് പിടിച്ചാലും അതും ഒരു വലിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെയും ഒക്കെ പിൻവലിച്ച് മറ്റുള്ള എന്തെങ്കിലും ഓഫറുകളൊക്കെ കൊടുത്ത് അങ്ങനത്തെ ചെറിയ പാർട്ടികളെയൊക്കെ പിൻവലിപ്പിക്കാൻ സാധിക്കുമോ എന്നൊക്കെ വലിയ പാർട്ടിക്കാർ നോക്കുന്ന ഒക്കെ പോയിന്റുകളാണ് ഇനി ഉള്ള ഈ 2 ദിവസങ്ങൾ. അപ്പൊ ഈ 2 ദിവസങ്ങളിലെ ഈ ചർച്ചകളും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 24-ാം തീയതി 3 മണിക്ക് മുൻപായിട്ട് ആരൊക്കെ പിൻവലിക്കുന്നു, അതിനുശേഷം വരുന്ന ചിത്രമാണ് ഇനി സ്ഥാനാർത്ഥി ലിസ്റ്റ് അന്തിമമായി വരാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 24-ാം തീയതി അതിന്റെ 3 മണിക്ക് ശേഷം തീർച്ചയായും അതിനൊരു വ്യക്തമായ ചിത്രം തെളിയും എന്ന് തന്നെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് 24-ാം തീയതി 3 മണി വരെ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അതെന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുവാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.